ഞാൻ രേവതി കെ GHS പുല്ലൂരിയിലെ ഒരു JRC ക്യാഡറ്റാണ്. ഇന്ന് ഞങ്ങൾക്കിവിടെ ആനന്ദാശ്രമത്തിൽ ഒരു ചെറിയ ക്യാമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞാൽ നല്ല നല്ല ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റി. പിന്നെ ആദ്യം വന്നപ്പോൾ എന്നെ ഒരു കഥ പറഞ്ഞു തന്നു. ആദ്യം അടികൂടിയത് ആരും നിർത്തി ഒരു 5 പേരലിൻ്റെ ഒരു കഥ പറഞ്ഞു തന്നു. അത് പറഞ്ഞാൽ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും കൊണ്ട് കിടക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ സാറിൻ്റെ ഒരു ക്ലാസ് കിട്ടി. അതിൽ പറഞ്ഞാൽ ഞങ്ങൾ ആദ്യം വന്നത് ഫ്രണ്ട്സിൻ്റെ ഓരോരോ ഗ്രൂപ്പായിട്ടല്ലേ, നമ്മൾ ഗ്രൂപ്പായിട്ട് തിരിച്ച് വേറെ പോയിൻറ്റ്സ് എഴുതാൻ പറഞ്ഞു. ഞങ്ങൾ എന്തുകൊണ്ട് അടിയാക്കുന്നു, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ പഠിച്ചു. പിന്നെ പറഞ്ഞാൽ ജാതി മത വർഗ ഭേദ വ്യത്യാസം ഇല്ലാണ്ട് നമ്മൾ എല്ലാ കാര്യവും ചെയ്യണം എന്നുള്ളൊരു കാര്യം കൂടി പഠിച്ചു. ഈ അവസരം ഒരുക്കി തന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഫോറസ്റ്റ് ക്ലബിൻ്റെ ഭാഗമായി മൗങ്കാൽ ആനന്ദാശ്രമത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ രാവിലെ തന്നെ ഒരു കഥയിലൂടെയായിരുന്നു ക്ലാസ്സൊക്കെ ആരംഭിച്ചിരുന്നത്. ഇപ്പോൾ ശ്രീധരൻ സാർ കുറച്ച് ക്ലാസ് എടുത്തു തന്നു. അതിൽ നമ്മളുടെ ജീവിതത്തിൽ പ്രാധാന്യമുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. ഏറെ പ്രധാനം എന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിലും ജീവിതത്തിലും സമാധാനം ലഭിക്കണമെങ്കിൽ എന്തൊക്കെ നമ്മൾ ചെയ്യണമെന്നും ആ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്നും മനസ്സിലായി. സ്കൂളിലും വീട്ടിലും രാജ്യത്തുമൊക്കെ നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കണം, പരിഹരിക്കുന്ന കാര്യങ്ങളിൽ എങ്ങനെ നമുക്ക് ഉൾപ്പെടാമെന്നും മനസ്സിലായി. വളരെ നല്ല ക്ലാസ്സായിരുന്നു. ഫോറസ്റ്റ് ക്ലബിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ക്ലാസ്സുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും സ്കൂളിൽ നിന്നല്ലാതെ ദൂരെ പോയിട്ടുള്ള ആദ്യത്തെ ഒരു അനുഭവമായിരുന്നു ഇത്. ആശ്രമത്തിൻ്റെ ഈ ഒരു അറ്റ്മോസ്ഫിയർ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ശാന്തമായിരുന്ന ക്ലാസ്സുകൾ കേൾക്കാൻ സാധിച്ചു. വളരെയധികം കാര്യങ്ങൾ മനസ്സിലായി. ഈ കാര്യങ്ങൾ ജീവിതത്തിൽ സ്വായത്തമാക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ GHS പുല്ലൂർ ഏരിയയിലെ ശ്രുതി ടീച്ചറാണ്. അപ്പോൾ സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിൻ്റെ സ്കൂൾ കോർഡിനേറ്ററും കൂടിയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മാവുങ്കാലുള്ള ആനന്ദാശ്രമത്തിൽ ഞങ്ങൾക്കൊരു ക്ലാസ് കിട്ടുകയുണ്ടായി. അപ്പോൾ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ വരുന്നത് വരെ ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം, ക്ലാസ് തുടങ്ങിയതിന് ശേഷം കുട്ടികൾക്ക് മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഭരണഘടനയുടെ ആമുഖത്തിൽ അധിഷ്ഠിതമായ ക്ലാസ്സുകൾ, അതുപോലെ തന്നെ കുട്ടികളുടെ ഡ്യൂട്ടീസ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും അതുപോലെ കുട്ടികൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചിട്ടും കൃത്യമായ അല്ലെങ്കിൽ വ്യക്തമായ രീതിയിൽ കുട്ടികൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ശ്രീധരൻ സാറ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ അവർക്ക് എത്ര വേഗത്തിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുമോ അത്രയും ലളിതമായ രീതിയിലായിരുന്നു മാഷ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തത്. കുട്ടികൾക്ക് വളരെ പ്രയോജനപ്പെടുന്ന ഒരു ക്ലാസ്സാണ്. നിത്യജീവിതത്തിൽ അവരുടെ ജീവിതത്തിൽ വളരെ മാറ്റങ്ങൾ, ഈ ഒരു വരവ് കൊണ്ട് അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഈ ആനന്ദാശ്രമത്തിൻ്റെ അറ്റ്മോസ്ഫിയർ അതും കൂടെ എടുത്തു പറയേണ്ട കാര്യമാണ്. ഞാൻ ആദ്യമായാണ് ആനന്ദാശ്രമത്തിൽ വരുന്നത്. അപ്പോൾ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ തന്നെ കുട്ടികളെ മാത്രമല്ല എല്ലാവരെയും ആകർഷിക്കുന്ന രീതിയിലാണ്. അപ്പോൾ വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഇങ്ങനെ ഒരു ക്ലാസ് കിട്ടിയതിന് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം GHS പുല്ലൂർ ഏരിയയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ഇതിൻ്റെ അധികൃതരോടും അതുപോലെ തന്നെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്ത എല്ലാവരോടും, ഞങ്ങൾക്ക് ഇവിടെ എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഒരുക്കി തന്ന ഇതിൻ്റെ ടീമിനോടും ഞങ്ങൾ GHS പുല്ലൂർ ഏരിയയുടെ അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അക്ഷരത്തില്ല ഞങ്ങൾ ഒരു പ്രശ്നം നോക്കട്ടെ. നിങ്ങൾക്ക് അറിയുന്ന ഭാഷയിൽ വേറെ എന്തെല്ലാം ഉണ്ട് അത്